നമസ്കാരം. ദിശ അക്കാദമിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി 30 ദിവസം കൂടെയുള്ളൂ SSC GD എക്സാം നടക്കാൻ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സാർ 30 ദിവസം കൊണ്ട് SSC എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും, SSC GD എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും, 30 ദിവസം കൊണ്ട് എങ്ങനെ SSC GD ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. നിങ്ങൾ ഇന്നാണ് തുടങ്ങുന്നത്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബേസ് ഒന്നുമില്ല, നിങ്ങൾ മുമ്പ് SSCൻ്റെ മാത്സ് പഠിച്ചിട്ടില്ല, SSC GD മാത്സ് പഠിച്ചിട്ടില്ല, കഴിഞ്ഞ ദിവസങ്ങളൊന്നും നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, ഈ 30 ദിവസം ബാക്കിയുള്ളവ മാത്രമാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം, നിങ്ങളത് SSC GD ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, SSCൻ്റെ മാത്സ്, SSC GD മാത്സ്, അതുപോലെ തന്നെ റീസണിങ്, ഇംഗ്ലീഷ്, GK ഇതൊക്കെ നല്ലപോലെ പഠിച്ച് പ്രിപ്പയർ ആയിട്ട് നമ്മളുടെ കുട്ടികളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അവർക്ക് 30 ദിവസം എന്ന് പറഞ്ഞാൽ റിവിഷൻ്റെ സമയമാണ്. ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ പുതിയതായിട്ട് ഈ മുഴുവൻ ടോപ്പിക്കുകളും, അതായത് മാത്സിന് മാത്രം 10-16 ടോപ്പിക്കുകളുണ്ട്, ആ ടോപ്പിക്കുകളൊക്കെ ഈ 30 ദിവസം കൊണ്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാമാന്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഴിവുണ്ടെങ്കിലൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ബേസ് ഇല്ല എന്നുള്ള നിലയാണെങ്കിൽ ഞാൻ പറയാം, SSC GD ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആയിട്ട് നിങ്ങളെ മുന്നിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മളിവിടെ SSC GD 30 ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊന്ന് പറയാൻ പോവുകയാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഓൾറെഡി പഠിച്ച് സിലബസ് ഒക്കെ ഏതാണ്ട് കവറായി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഉപകാരം ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കാണേണ്ടതാണ്. കാരണം എന്താണ് നമ്മളുടെ ഒരു പ്ലാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് നിങ്ങൾ ലേറ്റായി, നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങാൻ എന്തുകൊണ്ട് ലേറ്റായി എന്നുള്ളതും നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ ഡിസംബറിൽ ഒരു SSC GD എക്സാമും കൂടെ വരാനുണ്ട്. ഒരിക്കലും ഈ എക്സാം കഴിയുന്നതിന് മുമ്പ് അത് പറയാൻ പാടില്ലാത്തതാണ്. എന്നാൽ പോലും നിങ്ങൾ വെറുതെ ഒരു ട്രൈ, ഒരു തമാശയ്ക്കുള്ള ഒരു ട്രൈ എന്നുള്ള നിലക്ക് ഈ പ്രാവശ്യം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ 30 ദിവസത്തിനെ സീരിയസ് ആയിട്ട് കാണുക. ഇനി വരാൻ പോകുന്ന ഡിസംബർ മാസത്തിൽ വരാൻ പോകുന്ന GD എക്സാമിന് അത് നിങ്ങളെ വല്ലാതെ സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ പറയുന്നത്, നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ, കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിലെങ്കിലും പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിത് 100% ഈ വീഡിയോ ഉപകാരപ്പെടുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണുക, കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങളെ ഭാവി, ഈ 30 ദിവസത്തേക്കുള്ള ഭാവി എന്നുള്ളത് പ്ലാൻ ചെയ്യുക. ഓക്കെ, വേറൊന്നുമില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 30 ദിവസമാണുള്ളത്. ഓക്കെ, എങ്ങനെ 30 ദിവസം പ്ലാൻ ചെയ്യണം? 30 ദിവസത്തെ പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തത് റിവിഷനാണ്. റിവിഷൻ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. റിവിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ മറ്റെന്തിനേക്കാളും നിങ്ങൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ടേ രണ്ടാമതെന്തിനും സ്കോപ്പുള്ളൂ, രണ്ടാമതെന്തിനും ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഇപ്പം നിങ്ങൾ പഠിക്കാതെ വിട്ട ഏരിയാസ് ഉണ്ടാവും, അത് പുതിയതായിട്ട് പഠിക്കുക എന്നുള്ളതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് റിവിഷനാണ്. അപ്പം നിങ്ങളുടെ പ്ലാനിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ആളാരാണ്? റിവിഷനാണ്. ഓക്കെ, അത് ഉറപ്പിക്കുക. രണ്ടാമതായിട്ടോ, കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇതുവരെ നമ്മൾ എങ്ങനെ പഠിച്ചു എന്നുള്ളതല്ല. ഇതുവരെ നിങ്ങൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകളായിരിക്കും, വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ മാത്രം പഠിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ മാത്രം പഠിച്ച ആളുകളായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ 4-5 മണിക്കൂർ വരെ പഠിച്ച ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇനി മുതൽ ആ സമയം വെറുതെ എന്തെങ്കിലും പഠിക്കുന്നത് മാറ്റി കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ടൈം ടേബിൾ ഉണ്ടാക്കാനുള്ള ഒരു ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. നമുക്ക് അടുത്തടുത്ത സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ പറയാം. ഓക്കെ, ഒരു മിനിറ്റ് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നത്, ഈ വീഡിയോൻ്റെ അവസാനത്തേക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ സർപ്രൈസും കൂടെ നിങ്ങൾക്ക് ഗുണമുള്ളതാണ്. തീർച്ചയായിട്ടും SSC GD എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഈ 30 ദിവസത്തേക്ക് ഗുണമുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ കഴിയുന്നവരെ നിങ്ങൾ കാണാനും കൂടെ ശ്രമിക്കണേ. റെഡി. ഓക്കെ, ടൈം ടേബിളിനെ കുറിച്ചാണ് പറഞ്ഞത്. ടൈം ടേബിൾ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് തരും. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത ആളാണെങ്കിൽ എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കണം. നിങ്ങൾ ഒരു ആവറേജ് പ്രിപ്പറേഷനിൽ നിൽക്കുന്ന ആളാണ്, പകുതി സിലബസേ കവർ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കണം എന്നടക്കമുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആള് മോക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, ഈ മോക്ക് ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ ടൈം മാനേജ്മെന്റ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പഠിക്കുന്നത് പോലെ എളുപ്പമല്ല എക്സാം എഴുതുക എന്നുള്ളത്. ടൈം ഒരു
സൈഡിൽ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടേ ടെൻഷൻ ആക്കിക്കൊണ്ടേയിരിക്കും. മറ്റേ സൈഡിൽ നമ്മൾ എഴുതുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളൊരു പേടി ഉണ്ടാവും. ഇത്രയും പേടികളുടെ ഉള്ളിൽ ഈ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ അറിയാതെ തന്നെ സമയം കഴിഞ്ഞു പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാമേ. അപ്പോൾ കൃത്യമായ രീതിയിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ പറഞ്ഞതിൽ 3 കാര്യങ്ങളും തീർച്ചയായിട്ടും അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങൾ SSC GD പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉണ്ടാവണം. ഈ 3 കാര്യങ്ങൾ മാത്രമേ ഇനിയുള്ള നിങ്ങളുടെ 30 ദിവസത്തെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 30 ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി 20 തുടങ്ങി മാർച്ച് 12 അവസാനിക്കുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടാവും. ആ നല്ല സ്കോർ വെച്ചിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു ജോലി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളെ പറ്റി മറന്നു പോവാതിരിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഓരോന്നോരോന്നിനായിട്ട് പറയാം. റിവിഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു? നമ്മൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് എക്സാമിന് എത്രത്തോളം കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന പോലെയാണ് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ റിവിഷനെ പറ്റി പറയുന്നത്. റിവിഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. റിവിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരെ എടുക്കണം? GKനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യണം. GK റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ റിവൈസ് ചെയ്യും തോറും അത് കൂടുതൽ നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ടൈം കൊണ്ട് ഒരുപാട് ടോപ്പിക്ക് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു GK ടോപ്പിക്ക് നിങ്ങൾക്ക് റിവൈസ് ചെയ്തെടുക്കാൻ വളരെ കുറച്ച് സമയം മതി. നിങ്ങൾ റിവൈസ് ചെയ്തൊരു GK ടോപ്പിക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അതിലും കുറച്ച് സമയം മതി. അപ്പോൾ ഇനിയുള്ള 30 ദിവസങ്ങളിൽ റിവിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ GKക്ക് 2 മണിക്കൂർ പഠിക്കണം. അങ്ങനെ പറയുകയാണെങ്കിൽ അതിൽ 1.5 മണിക്കൂർ റിവിഷൻ ആയിരിക്കണം. അരമണിക്കൂർ മാത്രമേ പുതിയൊരു കാര്യം പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇനിയുള്ള 30 ദിവസത്തേക്കാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷും ഇതേപോലെ തന്നെ GK പോലെ തന്നെയാണ്. നിങ്ങൾക്ക് വൊക്കാബുലറി പാർട്ട് നല്ലപോലെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഗ്രാമർ പാർട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നമ്മളിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് സംസാരിക്കുന്നത്. ഗ്രാമർ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇനി പുതിയതായിട്ട് ഗ്രാമർ പഠിക്കാൻ പോകണമെന്ന് പറയില്ല. പക്ഷേ നിങ്ങൾക്ക് വൊക്കാബുലറി പഠിക്കാൻ പറ്റും, വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും പഠിക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് പഠിക്കുക, അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, എന്നും റിവൈസ് ചെയ്യുക. GK റിവൈസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ഇംഗ്ലീഷ് വൊക്കാബുലറിയും റിവൈസ് ചെയ്ത് പോവുക. പിന്നെ അവസാനത്തേക്കാണ് ഞാൻ റീസണിങ്ങും മാത്സും പറയുന്നത്. റീസണിങ്ങും മാത്സും നിങ്ങൾ ചെയ്ത് ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അത് എങ്ങനെ റിവൈസ് ചെയ്യണം? നിങ്ങൾ ചെയ്ത ചോദ്യങ്ങൾ തന്നെ ഒന്നുകൂടെ എടുത്ത് ചെയ്യുക. ചെയ്ത ടൈപ്പ് തന്നെ വീണ്ടും എടുത്ത് ചെയ്ത് നോക്കുക. എന്നിട്ട് അതൊന്ന് റിഫ്രഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ആക്ച്വലി ഒരുപാട് സമയം എടുക്കുന്നില്ല. നിങ്ങൾ പഠിച്ച ആളുകളാണെങ്കിൽ മാത്സും റീസണിങ് റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ താനേ റിവിഷൻ നടന്നോളൂ. ഓക്കെ, നിങ്ങൾ അറിയില്ല, നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും റിവിഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ മോക്ക് ടെസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി ടെൻഷൻ ആവേണ്ട കാര്യമേ ഉണ്ടാവില്ല. റെഡി ആണല്ലോ? റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയൊക്കെയാണ്. ഇനി ടൈം ടേബിൾ പ്രധാനപ്പെട്ട ആളാണ്. ടൈം ടേബിൾ എങ്ങനെ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം? ഞാൻ 2 ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്. രണ്ടും 2 തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ടൈം ടേബിൾ ഒന്ന് ഇവിടെ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ GK 2 മണിക്കൂറാണ് പറഞ്ഞത്, ഇവിടെ GK 3 മണിക്കൂർ പറയുന്നുണ്ട്. ഇവിടെ റീസണിങ് 4 മണിക്കൂർ, ഇവിടെ റീസണിങ് 2 മണിക്കൂർ, ഇവിടെ മാത്സ് 1 മണിക്കൂർ, അവിടെ മാത്സ് 2 മണിക്കൂർ ഒക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഞാൻ ഏതാണ്ട് ഒരു ഉദ്യോഗാർത്ഥിൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു 10 മണിക്കൂർ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ 2 ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത്. 10 മണിക്കൂർ ഫ്രീ ടൈം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് എത്ര ദിവസം, 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ ഫ്രീ ആയിട്ട് കിട്ടും? രാവിലെ ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതായത് രാവിലെ നിങ്ങൾ എഴുന്നേക്കുന്നത് ഇപ്പോൾ 7 മണിക്കാണെങ്കിൽ അതൊരു 5 മണിയെങ്കിലും ആക്കാൻ നിങ്ങൾ തയ്യാറാവണം. മുന്നോട്ട് പോകുന്നതോറും അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം. 4 മണിക്കൊക്കെ എഴുന്നേക്കാൻ റെഡി ആവുക. രാവിലെ 4 മണിക്കൂർ കൃത്യമായിട്ട് പഠിക്കാൻ സമയം കിട്ടണം. വൈകിട്ടും ഒരു 6 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് പഠിക്കാൻ സമയം കിട്ടണം. ഇത് ഞാൻ പറയുന്നത് ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചാണ്. കാരണം നിങ്ങൾ ഇനിയുള്ള 30 ദിവസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയെക്കാട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റും. ഓൾറെഡി വീട്ടിലിരിക്കുന്ന ആളുകളാണ്, പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ 10 മണിക്കൂർ അല്ല, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. ആ സമയം നിങ്ങൾ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്തോളാം. റെഡി? അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് 10 മണിക്കൂർ ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് 15 മണിക്കൂർ ഉണ്ടെങ്കിൽ എല്ലാം കുറച്ച് വെച്ച് കൂട്ടിക്കോളാം. റെഡി? അതാണ് പറയുന്നത്. ഇവിടെ ഞാൻ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി പഠിച്ച് തുടങ്ങിയ ആളുകളാണെങ്കിൽ, ഒരുപാട് കാലമായിട്ട് പഠിച്ചു തുടങ്ങിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല, നിങ്ങൾ ഇവിടെ ചെയ്യണം.
ഇവിടെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയ ആളുകളല്ല, നിങ്ങൾ ഈ അടുത്താണ് പഠിച്ചു തുടങ്ങിയത്. സിലബസ് ഒരു ആവറേജേ കവർ ആയിട്ടുള്ളൂ, കുറച്ചേ കവർ ആയിട്ടുള്ളൂ. സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇനി ഒരുപാട് മാത്സ് ടോപ്പിക്ക് തീർക്കാനുണ്ട്, എനിക്ക് ഇനി ഒരുപാട് റീസണിങ് ടോപ്പിക്ക് തീർക്കാനുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മാത്സ് അറിയില്ല, റീസണിങ് ഞാനൊന്നും പഠിച്ചിട്ടില്ല, റീസണിങ്ങിന് മാർക്ക് കിട്ടുന്നില്ല, എനിക്ക് ഇംഗ്ലീഷും ജികെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് കുറച്ചേ അറിയുള്ളൂ, കുറച്ചേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റൈറ്റ് സൈഡിലുള്ള ടൈം ടേബിൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ GK 2 മണിക്കൂറാണ് പറയുന്നത്. GK 2 മണിക്കൂർ നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചത് റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു 1-1.5 മണിക്കൂറോളം പഠിച്ചത് റിവൈസ് ചെയ്യുക. ഇനി അങ്ങനെ ഇല്ല, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ GK ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കൊള്ളുക. 2 മണിക്കൂർ മിനിമം ഒരു ദിവസം മസ്റ്റാണ്. പിന്നെ ഇംഗ്ലീഷ് 3 മണിക്കൂർ, ഏതാണ്ട് ഒരേ ടൈമാണ്. 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ചിട്ട് ഇംഗ്ലീഷും GK നിങ്ങൾ സെറ്റാക്കുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ റിവൈസ് ചെയ്താൽ മതി, പഠിച്ചിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുക. പക്ഷേ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ആത്മാർത്ഥതേനെ, നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളെ ഒരു മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെ നിങ്ങളിത് പഠിക്കുന്നു എന്നുള്ളത്. അടുത്തത് റീസണിങ് ആണ്. റീസണിങ്ങിനാണ് ഞാൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ടൈം ഇട്ടിട്ടുള്ളത്. കാരണം ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ റീസണിങ് ആണ്. നിങ്ങൾക്കൊന്നും അറിയില്ല എന്നാണെങ്കിൽ പഠിച്ചു തുടങ്ങാൻ ഏറ്റവും നല്ലത് റീസണിങ് ആണ്. റീസണിങ്ങിൽ പഠിച്ചു തുടങ്ങുക, ഏറ്റവും കൂടുതൽ ടൈം റീസണിങ്ങിന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ റീസണിങ് എക്സാമിന് ചോദിക്കുമ്പോൾ അതിൽ 20 എണ്ണവും ശരിയാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് അത്. അപ്പോൾ 20 ക്വസ്റ്റ്യൻ ശരിയാക്കിയ 40 മാർക്കാണ് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ 40 മാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഏരിയയാണ് റീസണിങ്. ആ റീസണിങ്ങിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം, നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. അതായത് റീസണിങ് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ പഠിച്ച ഭാഗത്തു നിന്നുള്ള ആൻസർ എഴുതാൻ പറ്റും. മാത്സ് അങ്ങനെ ആവണം നിർബന്ധമില്ല, നിങ്ങൾ പഠിച്ച ഏരിയയൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ, ഉള്ളതിൽ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ടോപ്പിക് ആരാ? റീസണിങ് ആണ്. അപ്പോൾ റീസണിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളൊരു ആവറേജ് സിലബസ് കവർ ചെയ്തിട്ടേ ഉള്ളൂ, മുഴുവനും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു 90% എത്തിയിട്ടില്ല, ഒരു 40% എനിക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ റീസണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി നിങ്ങൾക്കൊരു 15 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിലൊരു 6-7 മണിക്കൂർ ആർക്ക് കൊടുക്കുക? റീസണിങ്ങിന് തന്നെ കൊടുക്കുക. റീസണിങ് റെഡിയായി മോക്ക് ചെയ്യുമ്പോൾ 18 ക്വസ്റ്റ്യൻ ഒക്കെ ശരിയാവുന്നുണ്ട് എങ്കിൽ മാത്രം ഇമ്പോർട്ടൻസ് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ നല്ലപോലെ പഠിച്ച് ഒരു 90% സിലബസ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്, ഓഫ്ലൈൻ കോച്ചിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ യോധ സീരീസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, അത്യാവശ്യം ടോപ്പിക്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ട്, ഇനി ഒന്ന് റിവൈസ് ചെയ്താൽ മതി, ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി, മാർക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി, എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. കാരണം നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? മാത്സിൻ്റെ ഒക്കെ കുറേ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച ടോപ്പിക്കുകൾ നല്ലപോലെ റിവൈസ് ചെയ്യാൻ ഒരു 2 മണിക്കൂർ മതി. ആ 2 മണിക്കൂറിൽ അത് റിവൈസ് ചെയ്ത് വെക്കുക. പുതിയത് പഠിക്കണ്ട എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ ബാക്കിയുണ്ടെങ്കിലും മാത്രം പഠിക്കുക. എല്ലാ ടോപ്പിക്കുകളും പഠിച്ചിട്ടല്ല നമ്മൾ എക്സാമിന് പോകുന്നത്. റെഡി? നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. റീസണിങ്ങിനെ പറ്റിയും ഇവിടെ അത് തന്നെ പറയാനുള്ളത്. റീസണിങ് നിങ്ങൾ കുറച്ചും കൂടെ ടൈം കുറച്ചെടുത്ത് പഠിക്കുക. കാരണം നിങ്ങൾ മാത്സ് ചെയ്ത് റെഡിയായ ആൾക്കാരാണ്, റീസണിങ് ചെയ്ത് റെഡിയായ ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് സമയം അവിടെ കുറയ്ക്കുക. നിങ്ങൾക്ക് ചെറിയ ടൈമിൽ തന്നെ അത് റിവൈസ് ചെയ്തെടുക്കാനുള്ള ശ്രമം നടത്തുക. പിന്നെ ആരാ? ഇംഗ്ലീഷിനും GKക്കും ഞാൻ ഇവിടെ കൂടുതൽ ടൈം ഇട്ടിട്ടുണ്ട്. നമ്മൾ കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിക്കോട്ടെ, ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക ഇംഗ്ലീഷിനും GKക്കുമാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഇനി സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷിനും GKന്നുമാണ്. മാത്സിൽ നിന്ന് ഒരു 10-12 ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ റെഡിയാക്കുന്ന ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ 13ാമത്തെ ഒന്ന് ശരിയാക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ടൈം എടുക്കും. പക്ഷേ GK നിങ്ങൾ 5 എണ്ണം ശരിയാക്കി, 6ാമത്തെ ശരിയാക്കാൻ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം അറിയാവുന്ന ആളുകൾ, അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുള്ള ആളുകൾ കൂടുതൽ സമയം GKക്കും ഇംഗ്ലീഷിനും കൊടുക്കുക. റെഡി? അപ്പോൾ ഇതാണ് ടൈം ടേബിൾ. ഈ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ GK ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ റീസണിങ്ങിനും മാത്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാത്സിന് കൊടുക്കണം എന്ന് പറയുന്നില്ല, റീസണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത്രയാണ് ഓവറോൾ ഒരു ഐഡിയ പറയാനുള്ളത്. ഈ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമൊക്കെ അനുസരിച്ച് നിങ്ങളെ സബ്ജക്റ്റൊക്കെ ഇങ്ങനെ ക്രോഡീകരിച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തോളാം. റെഡി? അപ്പോൾ അതാണ് ടൈം ടേബിളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മോക്ക് ടെസ്റ്റ് ആണ് നമ്മളെ ഹീറോ. ഇവിടുത്തെ ഹീറോ മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റ് ഞാൻ പറയുന്നു, നിങ്ങൾ 30 ദിവസം കൊണ്ട് 15 മോക്ക് ടെസ്റ്റ് ചെയ്യണം.
15 മോക്ക് ടെസ്റ്റും അതിൻ്റെ അനാലിസിസും ചെയ്യണം. അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് അതിനകത്ത് 80 ക്വസ്റ്റ്യൻ കിട്ടും. ഈ 80 ക്വസ്റ്റ്യനും അനലൈസ് ചെയ്യുന്നു. എനിക്ക് സ്പീഡ് കൂടിയോ, എനിക്ക് ഏതിനൊക്കെ സ്പീഡ് കുറവാണ്, നിങ്ങൾക്ക് അറിയാം. പക്ഷേ സ്പീഡ് കുറവായിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ സ്പീഡാക്കുക. ആ ക്വസ്റ്റ്യൻ തന്നെ പിന്നെയും ചെയ്ത് സ്പീഡാക്കുക. GK ഒക്കെ 20 ക്വസ്റ്റ്യൻ ചോദിക്കില്ലടാ മോക്ക് ടെസ്റ്റിന്. ആ 20 ക്വസ്റ്റ്യനും മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ പഠിക്കുക. നിങ്ങൾ അനലൈസ് ചെയ്യുക, എടുത്തു നോക്കുക, ഈ GK എനിക്ക് ശരിയായിട്ടില്ല, അപ്പോൾ ആ GK അവിടെ വെച്ച് തന്നെ പഠിക്കുക. അതുപോലെ ഓരോ ടോപ്പിക്, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ 7 or 8 വൊക്കാബുലറി ഉണ്ടെങ്കിൽ ആ 8 വൊക്കാബുലറി അവിടെ തന്നെ പഠിക്കുക. നിങ്ങൾക്ക് വേറെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും റെഫർ ചെയ്യണ്ട. മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മോക്കിനകത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. 30 ദിവസം 15 മോക്കാണ് പറഞ്ഞത്. ഒരു ദിവസം മോക്ക് ചെയ്യുന്നു, ആ മോക്ക് കഴിഞ്ഞ് അപ്പോൾ മുതൽ അടുത്ത ദിവസം വരെ അത് അനലൈസ് ചെയ്യുന്നു. ബാക്കി സമയം നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷനും അതുപോലെ തന്നെ നമ്മൾ ടൈം ടേബിൾ പറഞ്ഞ രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മോക്ക് ടെസ്റ്റിന് നിങ്ങൾ ഒരു സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. മോക്ക് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അനാലിസിസ് ആണ്. ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, മോക്ക് ടെസ്റ്റ് ആദ്യത്തെ ചെയ്യുമ്പോൾ മാർക്ക് വളരെ കുറവായിരിക്കും, രണ്ടാമത്തെ ചെയ്യുമ്പോൾ കുറവായിരിക്കും, നിങ്ങൾ 5ാമത്തെ 6ാമത്തെ ചെയ്യുമ്പോഴും കുറവായിരിക്കും. ഒരു 80 മാർക്കിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 or 14 മോക്കൊക്കെ ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ട് ആദ്യത്തെ മോക്ക് ചെയ്തിട്ട് തന്നെ എല്ലാം പെട്ടിയും പൂട്ടി വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റൂല സാറേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവരുത്. കൃത്യമായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം. നിങ്ങൾ ഇവിടെ പിടിച്ചു നിന്നെങ്കിലും 30 ദിവസം പിടിച്ചു നിന്നെങ്കിലും മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ തളർന്നു പോകാൻ പാടില്ല എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളോട് പ്രത്യേകം പറയാണ്. എല്ലാ കുട്ടികളും ചെയ്യുന്ന പ്രശ്നം അത്. ആദ്യം ആവേശത്തിൽ ഒരു ദിവസം മോക്ക് ചെയ്യും, ആ മോക്കിന് മാർക്കില്ല, ഒന്നും കൂടെ ചെയ്തു നോക്കും, അതിന് മാർക്കില്ല. എടാ പഠിക്കണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ അത് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുക. കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ചെയ്യുക. ഒരു മോക്ക് ചെയ്യുക, പഠിക്കുക, അടുത്ത മോക്ക് ചെയ്യുക. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. 5 or 6 മോക്ക് കഴിയുമ്പോഴേക്കും ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. 80 മാർക്കിലൊക്കെ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും 12 or 13 മോക്കൊക്കെ ചെയ്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടാവണം. ഇത്രയാണ് പറയാനുള്ളത്. ഇനിയാണ് നിങ്ങൾക്ക് സർപ്രൈസ് തരാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, സാർ ഞാൻ എവിടെ നിന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യും, എവിടെ നിന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. എല്ലാ സ്ഥലത്തും നിങ്ങൾ പോയി കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുക? 1000, 2000 അല്ലെങ്കിൽ 700, 800 രൂപയ്ക്കൊക്കെയാണ്. ഇപ്പം ദിശ അക്കാദമീൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടെ ബിസിനസ് പറയാനൊന്നും വന്നതല്ല. 30 ദിവസം നിങ്ങൾക്കുള്ളതെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ദിശേൻ്റെ മോക്ക് നിങ്ങൾ എടുക്കുക, വൃത്തിയായിട്ട് ചെയ്യുക. ദിശേൻ്റെ മോക്ക് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലക്ക് തരാൻ നമ്മൾ തയ്യാറാണ്, ഫ്രീ ആയിട്ട് തരാൻ തന്നെ തയ്യാറാണ്. പക്ഷെ ഫ്രീ ആയിട്ട് തന്നാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടുമ്പം അതിനൊരു വില ഉണ്ടാവില്ല. നമ്മൾ തന്നെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവർ അതിനെ വളരെ വില കുറച്ച് കാണും. ഇത് ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് വിലയില്ലാത്തതുകൊണ്ടാണ്, അതിൻ്റെ പിന്നിൽ അധ്വാനം ഇല്ലയെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു കാരണമുള്ളത് കൊണ്ട് മാത്രം ഏറ്റവും ചെറിയ എമൗണ്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ എമൗണ്ടിൽ, അതായത് 99 രൂപയ്ക്ക് 3 മാസത്തേക്ക് നിങ്ങൾക്ക് മോക്ക് തരാൻ പോവുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും 3 മാസത്തേക്ക് എന്തിനാണ് മോക്ക്? 1 മാസം കഴിഞ്ഞാൽ GD എക്സാം കഴിയില്ലേ? 1 മാസം അല്ല GD എക്സാമിന്, നിങ്ങൾക്ക് ചിലപ്പോൾ March 12 എക്സാം. അപ്പോൾ March 12 വരെ നിങ്ങൾക്ക് GDനെ മോക്ക് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ആൾക്കാർക്കൊക്കെ നല്ല കാര്യം കേട്ടോ. കാരണം ഒരു 10-12 ദിവസം അധികം കിട്ടും. അത് മാത്രമാണോ കാര്യം? അല്ല, 3 മാസം വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാ SSC എക്സാമിനും പറ്റും. SSC GD കഴിഞ്ഞാൽ പിന്നെ എക്സാമുകൾ വരാനില്ലേ? ഒരുപാട് സെലക്ഷൻ പോസ്റ്റ് പോലത്തെ ഒരുപാട് എക്സാമുകൾ വരാനുണ്ട്. ഈ എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് 3 മാസത്തേക്ക് നിങ്ങൾക്ക് ആ മോക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലും ടച്ച് വിട്ട് പോകാണ്ടിരിക്കുക. ഒന്ന് ഇറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടേ തിരിച്ചു കയറുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പം മറന്നു പോകണ്ട, 99 രൂപ മുടക്കുക, നല്ലൊരു മോക്ക് ടെസ്റ്റ് എടുക്കുക, എന്നിട്ട് അങ്ങ് ചെയ്യുക. 15 മോക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ട സമയത്ത് നിങ്ങളെ ലെവൽ എന്തായിരുന്നു? 15 മോക്ക് ചെയ്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ഇപ്പം നിങ്ങളെ ലെവൽ എന്താണ്? എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങളെ കോൺഫിഡൻസ് എന്താണ്? ഒക്കെ ഒന്ന് നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി വൃത്തിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഇനിയുള്ള 30 ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ദിശ അക്കാദമി നിങ്ങളെ കൂടെ ഉണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളെ യോധ സീരീസ് ഒക്കെ പയ്യാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും കൂടെ സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. ഒരുപാട് തിരക്കുകളും കാര്യങ്ങളുമാണ്. നിങ്ങളെപ്പോലെ തന്നെ ഓഫ്ലൈനിൽ ഇവിടെ വന്ന് പഠിക്കാൻ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചിലും കുട്ടികളുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലെ കുട്ടികളുണ്ട്. എല്ലാവരെയും ഒരേ സമയത്ത് കൈകാര്യം ചെയ്തു പോകാൻ നല്ല പ്രഷറുണ്ട്. എന്നാൽ പോലും തീർച്ചയായിട്ടും ഇനിയുള്ള 30 ദിവസങ്ങളിൽ നിങ്ങളെ കൂടെ തന്നെയായിരിക്കും. നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റിൻ്റെയും ടൈം ടേബിളിൻ്റെയും റിവിഷൻ്റെയും കാര്യം നിങ്ങൾ മറന്നു പോകാണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.